കണ്ടോ? അതേ മതി ഒരുങ്ങിയത്. വെയില് തെറിക്കുന്നതിന് മുമ്പ് ഒരു 10-15 വീടെങ്കിലും കയറണമെന്ന്. ഒന്ന് ഈ വെയിലത്ത് ഇങ്ങനെ നടക്കല്. എടി ഇറങ്ങണേ. വാതിലടക്കണ്ടേ? വാതില് കുറ്റിട്ടേക്ക്. അതെ, എത്ര ദിവസം ഇങ്ങനെ നടക്കേണ്ടി വരും? എത്ര ദിവസം നടന്നാലും പി റെയിലിനെതിരെ ശക്തമായിട്ടുള്ള പ്രക്ഷോഭം നമ്മളിവിടെ സംഘടിപ്പിക്കും. അല്ല ഏട്ടാ, ഇത് പറഞ്ഞോണ്ട് ഏട്ടൻ എന്താ കുഴപ്പം? എടി, ഞാനൊരു പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളല്ലേ. അപ്പൊ പാർട്ടി പറയുമ്പോൾ കേൾക്കണ്ടേ? അപ്പൊ കഴിഞ്ഞ ഇലക്ഷനിൽ തന്നെ ഞാനെന്തോ പാർട്ടിക്ക് വേണ്ട രീതിയിൽ പ്രവർത്തിച്ചില്ല എന്ന് പറഞ്ഞിട്ട് വലിയ പ്രശ്നമായിരുന്നല്ലോ. അപ്പൊ അതിന്റെ ചെറിയ ചുരുക്കം ഇപ്പോഴും പാർട്ടിക്കകത്തുണ്ട്. അപ്പൊ അതൊക്കെ ചെയ്ത് മാറ്റിയെടുക്കുകയും ചെയ്തോടെ. അല്ല ഏട്ടാ, നമ്മളിങ്ങനെ പോകുമ്പോഴേ എന്റെ അടുത്ത് വന്ന് ആരെങ്കിലും ചോദിക്കുകയാണ് ഈ പീറയിൽ വന്ന എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഞാൻ എന്താ പറയാ? നീ പീറയിൽ വരുന്നോട് കൂടിയിട്ട് കേരളം രണ്ടായിട്ട് വിഭജിക്കപ്പെടുന്നു പറയണം. അത് പറഞ്ഞാ മതി. ഈ കേരളം എന്ന് പറയുന്നത് ഒരു ചാണിന്റെ വലിപ്പല്ലേ ഉള്ളൂ, അല്ലേ? ഇതാണ് വന്നു കഴിഞ്ഞാല് കേരളം രണ്ടായിട്ടാണ് വിഭജിക്കപ്പെടും. പിന്നെ മാത്രമല്ല, പശ്ചിമഘട്ടം തകരും. അറബിക്കടലാണ് അപ്പുറത്ത് കിടക്കുന്നത്. കടലിൽ നിന്ന് വെള്ളം അരച്ച് കയറി കഴിഞ്ഞ് കേരളം തന്നെ ചിലപ്പോൾ ഇല്ലാണ്ടാവും. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മതി. നീ വേറെ ഒന്നും ചെയ്യണ്ട കേട്ടാ. ട്രെയിൻ ഓടി എങ്ങനെ കടല് കയറാ? ഇങ്ങനെ നിരന്തരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അതൊക്കെ സംഭവിക്കില്ലേ? അതല്ലേ പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നത്. അതൊക്കെ നമ്മൾ കേൾക്കണ്ടേ? അങ്ങോട്ട് വാ, പറഞ്ഞുതരാണ്. ഞാൻ ഏട്ടനോട് ചോദിക്കാൻ പറയാം. അതെ, ഈ സുരേഷിന്റെ പറഞ്ഞ സുരേഷിനെ കുറിച്ച് വായനശാലയുടെ അവിടെ ഞാൻ വായനശാലയുടെ അവിടെ ഞാൻ പിന്നെ വിളിക്കാട്ടോ. എവിടേക്ക് പോണ്? ഞാനേ വായനശാലയിൽ കുറച്ച് പുസ്തകങ്ങൾ പാസ്സായിട്ട് അപ്പൊ അത് എടുക്കാൻ പോണം. രണ്ടാളും കൂടി ഞങ്ങള് ഒരു 10-15 വീട് കയറാനുണ്ട്. മോളുടെ കല്യാണം ശരിയായില്ലേ? കല്യാണം എന്നല്ലാന്നേ, ഒരു കുരുത്തം കെട്ട ഒരു സാധനം വരുന്നുണ്ടല്ലോ കേരളത്തില്. അയ്യോ, എന്ത് വീണ്ടും വൈറസ് വരണ്ട? അതല്ല, പീറയില്. പീറയിലോ? അത് നല്ല പരിപാടിയല്ലേ? അതെങ്ങനെ കുരുത്തം കെട്ടതാണ്? ഇപ്പൊ ഈ ഒരു റെയിലിന്റെ കാര്യം എന്താണ്? അതാണ് ഇപ്പൊ ഈ റെയിൽ വന്നെന്താ കുഴപ്പം? നിന്റെ ആരെങ്കിലും കാസർഗോഡുണ്ടോ? എന്റെ ആരും കാസർഗോഡില്ല. പക്ഷെ നമ്മുടെ കേരളത്തിലെ ജനപിന്തുണയുള്ള നേതാക്കന്മാര്, ഭരിക്കുന്നവര്, MLA മാര്, മന്ത്രിമാര് പലരും കണ്ണൂർ കാസർഗോഡ് ഭാഗത്തുള്ളവരാ. അവർക്ക് 4 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് വന്നിട്ട് തിരിച്ചു കൂടെ? അവർക്ക് തിരുവനന്തപുരത്ത് വീടും കാറൊക്കെ ഇല്ലേ? അങ്ങനെയല്ല. എന്നാൽ കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ 4 മണിക്കൂർ കൊണ്ട് പോയി വരിക എന്ന് പറഞ്ഞാൽ വികസനല്ലേ? എന്ത് വികസനടോ? വികസനത്തിനൊന്നും ആരും എതിരല്ല. പക്ഷെ ഇപ്പൊ ഇതിന്റെ ആവശ്യമില്ല. അതെ, നിങ്ങൾക്ക് അതിന്റെ അനുഭവം അറിയാനിട്ടാണ്. കാസർഗോഡുള്ള ഒരു ക്യാൻസർ രോഗിക്ക് തിരുവനന്തപുരം ക്യാൻസർ സെന്ററിൽ വന്ന് ചികിത്സിച്ചു പോരാൻ കുറച്ച് സമയം മതി? ഏടോ, അങ്ങനെ ഇപ്പൊ ഈ ക്യാൻസർ രോഗികളെ ചികിത്സിക്കാനാണെങ്കിൽ ഇത്രയും പൈസ മുടക്കിയിട്ട് ഇപ്പൊ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അവിടെ ഒരു ക്യാൻസർ സെന്റർ തുടങ്ങിയാൽ പോരെ? അത് മാത്രല്ലാന്ന്, ഇപ്പൊ ഈ വികസനം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഭരണം, അതിനിങ്ങനെ രാഷ്ട്രീയമായിട്ട് തുരങ്കം വെക്കരുത്. ഇത് രാഷ്ട്രീയമായിട്ടുള്ള തുരങ്കല്ലാന്ന്. അമേരിക്കയിലൊക്കെ ഒന്ന് വന്നു നോക്കി സത്യം. 30 കൊല്ലങ്ങൾക്ക് മുമ്പ് അമേരിക്കയിൽ ഈ റെയിൽ വന്നു. 30 കൊല്ലം മുമ്പ് അമേരിക്കൻ റെയിൽ വന്നു. അമേരിക്കയുടെ ഭൂമിശാസ്ത്രം പറയണെന്ന്. ഇവിടെ അണക്കെട്ട് പൊട്ടിയിട്ട് ചാവാൻ നിൽക്കുകയാണ് ആൾക്കാർ. അതിന്റെ ഇടയിൽ കൂടെ ഈ ട്രെയിനിന്റെ ആവശ്യം വെറുതെ ആവശ്യമില്ലാത്ത കാര്യം പറയും. ഈ റെയിൽ വരുന്നതും അണക്കെട്ട് നമ്മൾ എന്താ ബന്ധം? എന്റെ സുഖദേട്ട, അത് മാത്രമല്ല, നമ്മുടെ ഭൂമി നശിച്ചു പോവില്ലേ? ഒരു പ്രകൃതി സ്നേഹികൾ വന്നു. 2 ഏക്കർ കൃഷിഭൂമിയല്ലേ നിങ്ങൾ തൂർത്ത് പറമ്പാക്കിയിട്ട് വിറ്റത്? അപ്പൊ നിങ്ങൾക്ക് ഈ പ്രകൃതി സ്നേഹമൊന്നും ഉണ്ടായില്ല. എന്റെ സുഖം റോഡ് സൈഡിലുള്ള കുളം തൂർത്തിട്ടാണ് ബിൽഡിംഗ് കെട്ടിടണ്ടാക്കി വിട്ടത്. അതൊരാവശ്യത്തിനല്ലേ? അപ്പൊ അവനവന്റെ ആവശ്യക്കാവാ. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ പി റെയിലിന് അനുകൂല. നീ അനുകൂലാണെങ്കിൽ പി റെയിലിന് ഞങ്ങൾ പ്രതികൂല. അതെ, ഇതാണ് ഈ നാട് നേരാവത്ത്. നല്ലതിനെ നല്ലതെന്ന് പറയും. അപ്പൊ എന്തെങ്കിലും നല്ലതല്ല? ഇത് നല്ലതല്ല. അതന്നെയാണ് കുഴപ്പം. നാട് നേരാവില്ല. നേരമല്ല. അയ്യോ, സൈക്കിള് മറന്നു. കടല് കയറുന്ന കാര്യം പറഞ്ഞില്ല. കടല് കയറുന്ന കാര്യം വേറെ ആരോടും പറയാം. അതൊക്കെ അവനോട് പറഞ്ഞാലോ? എന്താ, പക്ഷെ മറ്റേ നന്നായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ തന്നെ പറയേണ്ടത്. അതേപോലെയുള്ള തിരക്ക് കാണല്ലോ സുമേഷിന്റെ കടയില്. അത് തിരക്ക് ഉണ്ടാകണ എങ്ങനെയാണെന്ന് ഇവിടെ ഇപ്പൊ ആളുകളാരും വരാറില്ലേ? കച്ചവടമൊക്കെ ഭയങ്കരമായിട്ട് കുറവാണേ. തേച്ചടിച്ച് കുളിക്കായിരുന്നില്ലേ? നല്ല ചൊറിച്ചിലുണ്ടല്ലോ. കുളിയുണ്ട് പണി. ഈ കാലിലിറങ്ങി കുളിച്ചാ പോലെ എല്ലാ രോഗവും മാറും. വൈകുന്നേരം അവിടെ പോയിട്ടേ ബാക്കി കാര്യങ്ങൾ നമുക്ക് കാര്യങ്ങൾ ചായ കുടിക്കാം. സുമേഷ് 2 ചായ. സ്ട്രോങ് എടുക്കണം അല്ലേ? പിന്നെ ഇനിയിപ്പോ മോളത്തേക്ക് എളുപ്പത്തിൽ എത്താലോ. അതെങ്ങനെയാണപ്പാ? ഈ റെയിൽ വരാൻ പോവാണ്. പീറ്റർ കയറ്റം വരാൻ പോകണം. ഈ ട്രേറ്റർ നല്ലാന്ന്
പീറയിൽ ആ അങ്ങനെ പുതിയ റെയിലാണ്. ആ അതിലൂടെ സഞ്ചരിക്കാലേ 3 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് കണ്ണൂരെത്താം. അതെ അതെ എന്റെ പൊന്ന് സുമേഷ് ചേട്ടാ നിങ്ങൾക്കും പിടിച്ചാ പ്രാന്ത്. ഇതൊക്കെ എന്തോ സ്വപ്നം കണ്ടിട്ട് പറയണ ഇതൊന്നും നടക്കാൻ പോണില്ലെന്ന്. ഈ കൊച്ചിയിൽ മെട്രോ വരുന്നതിന് ഭയങ്കര എതിർപ്പായിരുന്നു. ഇപ്പൊ വന്നപ്പോ ഭയങ്കര സുഖമായില്ലേ? എന്ത് എത്ര സുഖം? ആൾക്കാർ സുഖമായിട്ട് യാത്ര ഒരാള് സുഖമായിട്ടിയാ അത് നഷ്ടത്തിലാണ്. നഷ്ടത്തിൽ. അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ ഈ വീറയിൽ വരണോണ്ട് ഇപ്പൊ എന്താ കുഴപ്പം? ഈ റെയിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ കുഴപ്പം? ഇത്ര ആളുകളെ കുടിയൊഴിപ്പിച്ച് വഴിയാധാരമാക്കി ഇത്ര രൂപ കടവും മേടിച്ചിട്ട് ഈ റെയിൽ ഉണ്ടാക്കണ എന്തിനാന്നാ ചോദിക്കണം. അതെ, പല ത്യാഗങ്ങളും ചെയ്യേണ്ടി വരും ഒരു നല്ല കാര്യം ഈ നടക്കാൻ. കുടി ഒഴിപ്പിക്കുന്നവർക്ക് കൃത്യമായിട്ട് പൈസ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ മൂലമ്പള്ളി പദ്ധതിക്ക് വേണ്ടി കുടിയൊഴിഞ്ഞ് കൊടുത്തവർ ഇപ്പോഴും സ്ഥലവും നഷ്ടവും കിട്ടാതെ റോട്ടിൽ കിടന്ന ഇലയാണ്. അവർക്ക് രേഖ കാണിക്കണ്ടായിണ്ടാവില്ല, അതുകൊണ്ടാണ് ഇപ്പൊ സ്ഥലം കിട്ടാത്തത്. ആണല്ലേ? അപ്പൊ ഈ രേഖയില്ലാത്ത പാർട്ടി ഓഫീസ് പൊളിക്കാൻ അങ്ങാണ്ട് ചെല്ലണ്ടെന്ന് പറയണ്ടല്ലോ. അതിനൊക്കെ രേഖ ഉണ്ടായിട്ടുണ്ടാവും. എന്തായിട്ട് ആ ഞാൻ ഇവിടെ പറയണ്ട. വികസനം വരുമ്പോ അതിനെ എതിർക്കരുത് പ്യാരിയ, അത്രേ പറയുന്നു. എന്ത് വികസനമൊന്ന്. സുമേഷ് ചേട്ടാ നിന്റെ കല്യാണോ വായിക്ക്. ഇനി ഒരു വൈകുന്നേരത്തെ സായന തരണം. അരി ഏ എന്താ പറഞ്ഞ വൈകുന്നേരത്തെ സായന തരണം വരണം എന്ന്. എന്റെ ഉണ്ണി ഇതൊക്കെ ഇട്ടിട്ട് എനിക്ക് വരാൻ പറ്റൂല കേട്ടാ. എടാ ഉണ്ണി, ആ. നിനക്കെന്താ തലക്ക് വെളിവില്ലേ? എന്തേലും അങ്ങോട്ട് കേൾക്കുമ്പോ തന്നെ കാര്യം അറിയാതെ സായാഹ്ന ധർണ സമരം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പുറപ്പെടാൻ. എടാ ഒരു ബൃഹത്തായ പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് വരാൻ നേരത്ത് അതിനിങ്ങനെ കണ്ണടച്ച് എതിർക്കാമോ? അല്ല പ്യാരി, ഇല്ല പറയട്ടെ, നിനക്ക് ഇതിന്റെ ഗുണവശങ്ങൾ വല്ലതും അറിയാമോ? ഇപ്പൊ 12 മണിക്കൂർ കൊണ്ട് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്ത് യാത്ര ചെയ്യണത് വെറും 4 മണിക്കൂർ കൊണ്ട് എത്താൻ പറ്റും. ഇല്ല പറയട്ടെ, ഇനിയുണ്ട് അതിന് ഗുണവശങ്ങളേ. അത് കൂടാതെ ഇതിനു വേണ്ടി ഭൂമി നഷ്ടപ്പെടുന്നവരുടെ കാര്യമല്ലേ നിങ്ങൾ പറയണ? ഭൂമി നഷ്ടപ്പെടുന്നവർക്ക് മാർക്കറ്റ് വിലയുടെ 3 ഇരട്ടി കൊടുക്കും. ഇല്ല ഇല്ല ഇനിയുണ്ട്. വീട് നഷ്ടപ്പെടുന്നവർക്ക് ലൈഫ് പദ്ധതിപ്പെടുത്തി വീട് കൊടുക്കും. ഇത്രയും വലിയൊരു പദ്ധതിനാ നീ വെറുതെ കണ്ണുടച്ച് എതിർക്കണ എന്തിനാണ്? ഇനി കണ്ണൂറും കാസർഗോഡും ഉള്ള ക്യാൻസർ രോഗികൾക്ക് കൃത്യസമയത്ത് RCCയിൽ ചെന്ന് ചികിത്സ കിട്ടും. ഇതെല്ലാം സൗകര്യം ഉണ്ടെന്നാണ് ഈ വിവരദോഷികൾ ഇതിനെപ്പറ്റി പറയണത്. ആദ്യം പറഞ്ഞ് 900 ഹെക്ടർ ഭൂമി മതി ഈ പദ്ധതിക്കുന്ന്. ഇപ്പൊ ഇത് അടുത്തോട്ട് വന്നപ്പോ പറയണ 2300 ഹെക്ടർ ഭൂമി വേണമെന്ന്. ഇത്രയും ഭൂമി എവിടെ നിന്ന് കൊണ്ടുവരും? ഈ പ്രകൃതി നശിപ്പിക്കാതെ എങ്ങനെ ഇത് നടക്കും? അങ്ങനെ വിവരമില്ലായ്മ പറയല്ലേ. ഇതിനെ കുറിച്ച് പഠിച്ചിട്ടാണ്. പഠിച്ചു വരുമ്പോ അതിന്റെ മാറ്റങ്ങൾ വരും. തലക്ക് വെളിവില്ലാത്തവനാണ് ഈ പ്രോജക്ട് ഉണ്ടാക്കണത്. തോന്നുമ്പോ തോന്നിയത് പറയാം. വികസനം വരുമ്പോ ഇങ്ങനെ എതിർക്കാൻ നിൽക്കരുത്. അതിനെ എന്നാണ് മൊയ്തു നിങ്ങൾ ഈ വികസനത്തിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയ? കമ്മീഷൻ കിട്ടാൻ തുടങ്ങിയപ്പോ അല്ലേ മനസ്സിലാകും. കിട്ടാത്തതിന്റെ ഒരു സുഖേട്ടാ, ഇതില് ഭൂമി നഷ്ടപ്പെടുന്നേം അതിന്റെ ഇരകളാകണവരെയും വിളിച്ചാണ് പദ്ധതി വിശദീകരിക്കേണ്ട, അല്ല നാട്ടുപ്രമാണിമാരെ വിളിച്ചിട്ടല്ല. അതെ, പലരും ത്യാഗം അനുഭവിക്കേണ്ടി വരും. ചിലർക്ക് നഷ്ടപ്പെടും, ചിലർക്ക് കിട്ടും. എന്നാലും വികസനം ഉണ്ടാവും. പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കണം. ചോദിച്ചൂടെ? പരിസ്ഥിതിന്റെ അവസ്ഥ എന്താണ്? ഭൂമി നമ്മള് വയലും പോയൊന്നും നശിപ്പിക്കുന്നില്ലടോ. അതിന്റെ മേലെ കൂടിയാണ് റെയിൽ വരാൻ പോണത്. ഒറ്റക്കാരൻ ചോദിച്ചോട്ടാ, ഒറ്റക്കാരൻ അവസാനം ചോദിക്കുന്നത് ഉത്തരവോട്ട് നിൽക്കും. പരിസ്ഥിതി പോട്ടെ, ഭൂമിയുടെ നമ്മുടെ ഭൂമിയുടെ സന്തുലിതാവസ്ഥയുടെ അവസ്ഥ ഞാനൊരു കാര്യം പറയാലോ, മരണം വരെ ഈ പീറയിൽ പദ്ധതി ഇവിടെ വരുന്നതിന് വേണ്ടി ഞാൻ ശക്തമായി പോരാ. എന്തെങ്കിലും വേണ്ടിട്ട് വർത്താനം പറഞ്ഞിരിക്കും. ഇതൊക്കെ രണ്ടും ചത്താലും അതിന്റെ കൂടി യാത്ര ചെയ്യാനും പോണില്ല, ഇവരത് കാണാനും പോണില്ല. ആരെങ്കിലും എന്തെങ്കിലും പറയണ കേട്ടാ അങ്ങോട്ട് ബസ്സിലും വരും. ബോധ്യപ്പെടുത്താൻ പറ്റിയ ഒരു നേതാവ് നമ്മുടെ ഇതുപോലത്തെ ആളുകളെ കാര്യം ബോധ്യപ്പെടുത്തിയിട്ട് ഒന്നും നടക്കാൻ പോണില്ല. മനസ്സിലായില്ലേ? ഞാൻ ചായയുടെ കാശ് കൊടുക്കും. ഞാൻ നേരത്തെ പോയത്. ശരി. മറിമായം